ഹായ് ഫ്രണ്ട്സ്, മഴത്തോട് മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അലീനയും ബാലേട്ടനും കൂടെ ഫോണിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് ബാലേട്ടൻ ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലി നിന്നോട് എങ്ങനെയുണ്ട്? അതെല്ലാം പറയും, എന്നോട് നല്ല സ്നേഹമൊക്കെയാണ്, പക്ഷേ ഒരു ജോലിയും ചെയ്യണ്ടെന്നാ, ഒരു ജോലി എടുക്കാൻ സമ്മതിപ്പിക്കത്തില്ല, കിച്ചണിലോട്ടൊന്നും പോകരുതെന്നാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. അന്നേരം പറയും, ആഹാ, ഇവിടെ ഒരു വീട് മൊത്തം നോക്കി നടത്തിയിരുന്ന നിനക്കപ്പം ഒരു പണിയില്ലല്ലേ? നിനക്കന്നേരം അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. ആന്ന്, ഇവിടെ ആണെങ്കിൽ കുറേ കള്ളങ്ങൾ മാത്രം ചെയ്യുന്ന കുറേ ജോലിക്കാരും, പിന്നെ അനുസരണയോട് കിടക്കുന്ന പട്ടിയും, പിന്നെ അതുപോലെ അനുസരണയോടെ നിൽക്കേണ്ട ഞാനും മാത്രമേ ഉള്ളൂ എന്ന് പറയും. നീ നിൻ്റെ പപ്പയുടെ കുടി നിർത്തിച്ചോണം, അല്ലെങ്കിൽ പണി കിട്ടും, നിന്നെക്കൊണ്ട് കഴിയും, നീ ശ്രമിച്ച് നോക്ക് എന്ന് ബാലേട്ടൻ അലീനയോട് പറയും. നീ ഇനിയെങ്കിലും നിൻ്റെ സ്റ്റാൻലി പപ്പയുടെ ശ്വാസകോശവും കരളും ഒക്കെ പിടിച്ചോണം, പിടിച്ചില്ലെങ്കിൽ പിന്നീട് കിട്ടത്തില്ല, അത് നിനക്ക് ഓർമ്മ വേണം, നീ ഒന്ന് ശ്രമിച്ച് നോക്ക്, നിന്നെക്കൊണ്ട് കഴിയും ബാലേട്ടൻ പറയും. അപ്പം അലീന പറയും, ഈ സ്റ്റാൻലി പപ്പയുടെ വൈഫും മക്കളും ഒക്കെ അഞ്ചലിലാണ് താമസം, ഇങ്ങോട്ട് ആരും വരാറുമില്ല, സ്റ്റാൻലി പപ്പ അങ്ങോട്ട് പോകാറുമില്ല, ഇവിടെ ഒറ്റയ്ക്കിങ്ങനെ താമസിക്കുക. അന്നേരം ബാലേട്ടൻ പറയും, എനിക്കും തോന്നി സ്റ്റാൻലി അവിടെ ഒരു ഒറ്റയാനാണെന്ന്, അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, വീണ് പോയി കഴിഞ്ഞാലേ അയാളുടെ വീട്ടുകാർ വന്ന് നിന്നെ പറപ്പിക്കും, അതോ അയാളുടെ കുടി നിർത്തണം എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ പണിയാവുമെന്ന് പറയും. നിനക്ക് പിന്നെ ആരും കാണില്ല, നിനക്കവിടെ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ പിന്നെ നിൻ്റെ പെറ്റമ്മ മാത്രമേ ഉള്ളൂ എതിരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അലീന അച്ഛാ എന്ന് വിളിക്കും. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ മോളെ. അലീന ഇപ്പോൾ ബാലേട്ടന് ചോദിക്കും, മാഡം ഇപ്പോൾ എങ്ങനെയുണ്ട് അച്ഛാ, കുറേ അടി കിട്ടിയിട്ട് വന്നതുപോലെയാണോ? അന്നേരം പറഞ്ഞ്, അല്ല, അവൾ ജയിച്ചു വന്നതുപോലെയാണ് കേട്ടോ, നിൻ്റെ പപ്പയോട് ചോദിച്ചാൽ അറിയാം, പട്ടാളക്കാർക്കൊക്കെ അറിയാവുന്നതാണ്, ഗ്രനേഡ് പോലുള്ളൊരു സംഭവമുണ്ട്, അതൊരു ബോംബാണ്, അതിൽ വന്നെങ്കിൽ ഒരു സൂചി പോലുണ്ട്, ആ സൂചി എടുത്തു കഴിഞ്ഞിട്ട് എറിയുമ്പോഴാണ് അത് പൊട്ടുന്നത്, അതുപോലൊരു ബോംബ് എൻ്റെ കയ്യിലും ഉണ്ട്, ആ സൂചി എടുത്ത് ഞാനിങ്ങനെ കൈ പിടിച്ചേക്ക്, എന്നിട്ടതിൽ നിന്ന് ഒന്ന് എറിഞ്ഞാൽ മതി, അതെപ്പോൾ വേണേലും പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ബാലേട്ടൻ അലീനയോട് പറയും. അതുപോലെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് ബാലേട്ടൻ അലീനയോട് പറയും. സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് സ്റ്റാൻലിയുടെ വൈഫിൻ്റെ ചേച്ചി റീത്തമ്മയും മകൾ ടെസ്സയും കൂടി വരികയാണ്. കാറ് വരുന്ന കണ്ടുകൊണ്ട് ആൻ്റപ്പൻ ഇറങ്ങിച്ചെല്ലും. അപ്പോൾ മനസ്സിലാകും റീത്തമ്മയാണ്. വണ്ടി നിർത്തിയിട്ട് റീത്തമ്മ ചോദിക്കും, ആൻ്റപ്പ, പട്ടികളൊക്കെ കൂട്ടിലാണോ അതോ വെളിയിലുണ്ടോ? അന്നേരം പറയും, ഇല്ല റീത്തമ്മ ചേച്ചി, ഞാൻ ഇപ്പോൾ എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിലിട്ടതേ ഉള്ളൂ, ഒന്നും വെളിയിലില്ല. പട്ടികളൊന്നും വെളിയിലില്ലെന്ന് ഉറപ്പായി കഴിയുമ്പം അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങും. ചോദിക്കും, സ്റ്റാൻലി ഇവിടെ ഇല്ലയോ? അന്നേരം പറയും, ഉണ്ട്, അകത്തുണ്ടെന്ന് പറയും. പിന്നെ എന്നിട്ട് ചോദിക്കും, ഇവിടെ സ്റ്റാൻലി ഒരു പെണ്ണിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ, മലവെള്ളപ്പാച്ചിലിൽ വന്ന ഒരു പെണ്ണ്, പേര് അലീന, സ്റ്റാൻലിയുടെ മോളാണെന്നും പറഞ്ഞിട്ട് ഒരുത്തി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ, അവളെന്തിയേ? അവളും ഇവിടെ ഉണ്ട്. ആൻ്റപ്പൻ ചെന്നിട്ട് പറയും സ്റ്റാൻലിയോട്, റീത്തമ്മ ചേച്ചിയും ടെസ്സ മോളും വന്നിട്ടുണ്ടെന്ന്. അവർ രണ്ടുപേരും റൂമിലേക്ക് കയറി വരും. ടെസ്സ മോൾ ഓടിച്ചെന്ന് പപ്പാന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കും. പിറകെ റീത്തമ്മ ചെല്ലും. റീത്തമ്മയോട് പറയും, ഇരിക്കണമെങ്കിൽ ഇരിക്കാം എന്ന് പറയും. അന്നേരം പറയും, ഞാൻ ഇരിക്കാനൊന്നും വന്നതല്ല, സ്റ്റാൻലി ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് അതറിയാൻ വേണ്ടി വന്ന, അന്നേരം മാന്യമായിട്ട് സംസാരിക്കണം. അന്നേരം പറയും, മാന്യം എന്ത് മാന്യത, ഇനി ആരുണ്ടറിയാൻ, നിങ്ങളുടെ ബന്ധുക്കാരിലെല്ലാം അറിയും, ഇപ്പം അഞ്ചലിലും ഉള്ളവരും എല്ലാവരും അറിഞ്ഞ് നിങ്ങളൊരു പെണ്ണിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്നുള്ളത്. അന്നേരം പറയും, അതെൻ്റെ മകളാണ്. അന്നേരം ചോദിക്കും, മകളോ? നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഇനി എത്ര മക്കൾ വരാനുണ്ട്? അന്നേരം പറയും, ഇനി ഒരു ഡസനോളം മക്കൾ വരാനുണ്ട് എന്ന് സ്റ്റാൻലി പറയും. അപ്പോൾ പറയും, നിങ്ങൾ എന്ത് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് നിങ്ങളുടെ മകളാണെന്നുള്ളത്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണോ? കൊട്ടാരമറ്റത്തിൽ അവതക്കുട്ടിയും സ്റ്റാൻലി ജോസഫും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനവും അഹങ്കാരവും ഒക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാരാണല്ലോ, നിങ്ങളുടെ കുടുംബ മഹിമയാണോ ഈ പറയുന്നത്? ഈ നിൽക്കുന്ന മോൾ അതിന് ഇളയത് മൂത്തത് കൊണ്ട് അവരിന് സ്കൂളിലും പോകുമ്പം അവരോട് ചോദിക്കത്തില്ലേ, അച്ഛന് ഒരു അവിഹിതത്തിലൊരു മകളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടാകത്തില്ലേ? എൻ്റെ അനിയത്തി എൽസമ്മ ഇനി എന്ത് ചെയ്യും? അവളോടെ മക്കളും ഇനി എന്ത് ചെയ്യും? അവർക്ക് അഭിമാനമായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്തിരിക്കുന്നത്? അപ്പോൾ പറയും, ഞാൻ എൽസമ്മയെ കെട്ടുന്നതിന് മുമ്പ് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു, ആ ബന്ധത്തിലുള്ള കുട്ടിയാണ്, അന്ന് ഈ കുട്ടി ഉണ്ടെന്നോ ഈ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ല, അത് കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിഞ്ഞാണ് ഞാൻ എൽസമ്മയെ കെട്ടിയത്, പിന്നീട് അവളിപ്പോൾ ഒരു 23 വർഷം അവൾ
അനാഥാലയത്തിലായിരുന്നു. അലീന എന്ന പെൺകുട്ടി അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ, എനിക്കിങ്ങനെ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവളെ ഏറ്റെടുത്ത്. അത് കഴിഞ്ഞാണ് ഞാൻ എൽസമ്മയെ കെട്ടുന്നത്. അപ്പം ഇതൊക്കെ ഉൾക്കൊള്ളാനാവുമെങ്കിൽ എൽസമ്മയ്ക്ക് എൻ്റെ ഭാര്യയായിട്ട് തുടരാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യട്ടെ എന്ന് റീത്തമ്മയോട് പറയും സ്റ്റാൻലി. അല്ലെങ്കിൽ ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ അവൾക്കും മക്കൾക്കും അവിടെ ജീവിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.